السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, റെയിൽ സൊല്യൂഷൻ എന്ന ഇസ്ലാമിക് ചാനലിലെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ഒരു വിഷയം നമ്മളിൽ പലർക്കും പലപ്പോഴായിട്ട് മനസ്സിൽ തോന്നിയ ഒരു കാര്യമായിരിക്കാം. എന്താണത്? നമ്മൾ ദിനം പ്രതി എല്ലാ സമയങ്ങളിലും, അല്ലെങ്കിൽ 5 വക്ത നമസ്കാരങ്ങൾക്ക് ശേഷവും, അതല്ലെങ്കിൽ മറ്റ് പല സമയങ്ങളിലായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മൾ ദുആ ചെയ്യാറുണ്ട്, പ്രാർത്ഥന നടത്താറുണ്ട്. പക്ഷെ പലരും പരാതികൾ പറയുന്ന ഒരു കാര്യമാണ്, അള്ളാഹുവിനോട് എല്ലാ നിലയിലും പ്രാർത്ഥിച്ചിട്ടും എൻ്റെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കുന്നില്ല എന്നുള്ള ഒരു ആവലാതി പലരും പറയുന്നതായിട്ട് കേൾക്കാറുണ്ട്. പലരും അവരുടെ കാര്യങ്ങൾ, അവരുടെ എല്ലാ ഗുണഗണങ്ങളും എടുത്തു പറഞ്ഞുകൊണ്ട് തന്നെ പറയാറുണ്ട്, ഞാൻ 5 വക്ത നമസ്കരിക്കുന്ന ആളാണ്, പറയപ്പെടുന്ന തെറ്റുകുറ്റങ്ങളൊന്നും ചെയ്യാത്തൊരു വ്യക്തിയാണ്, ഹക്കും ബാത്തിലൊക്കെ കൃത്യമായിട്ട് നോക്കുന്ന ആളാണ്, എന്നിട്ടും എൻ്റെ ദുആ പടച്ചോൻ സ്വീകരിക്കുന്നില്ല, വളരെ സങ്കടത്തിലാണ്, പ്രയാസത്തിലാണ്, എന്തുകൊണ്ടാണ് നമ്മുടെ പ്രാർത്ഥനകൾ അള്ളാഹു സ്വീകരിക്കാത്തത് എന്നുള്ള ഒരു തോന്നൽ പലർക്കും പലപ്പോഴായിട്ട് മനസ്സിൽ വരാറുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പ്രാർത്ഥന എന്നുള്ളത് അദ്ദുആഉൽ ഇബാദ എന്നാണ്. പ്രാർത്ഥന എന്നുള്ളത് അതൊരു ഇബാദത്താണ്, അതൊരു ആരാധനയാണ്. നമ്മൾ ചെയ്യുന്ന മറ്റ് ഇബാദത്തുകൾ പോലെ തന്നെ നിസ്കാരം, നോമ്പ്, സക്കാത്ത്, അതുപോലെ തന്നെ ചെയ്യുന്ന ഓരോ ഇബാദത്തുകൾക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല എപ്രകാരമാണ് അതിന് പ്രതിഫലം നൽകുന്നത്, അതുപോലെയുള്ള ഒരു പ്രതിഫലം നമ്മുടെ ദുആയിനും പ്രാർത്ഥനക്കും അള്ളാഹു നൽകും. നമ്മുടെ നിസ്കാരവും നോമ്പും സക്കാത്തും ഹജ്ജും അതുപോലെയുള്ള ആരാധനാ കർമ്മങ്ങൾ എപ്രകാരമാണ് അള്ളാഹു സ്വീകരിക്കുന്നത്, അതിനുള്ള നിബന്ധനകൾ എന്താണ്? നമ്മളിപ്പോൾ നിസ്കരിക്കുമ്പോൾ നിസ്കാരം അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ അതിന് ചില നിബന്ധനകളൊക്കെ ഉണ്ട്. നമ്മൾ ചെയ്യുന്ന മറ്റ് അമലുകൾക്കും ഇബാദത്തുകൾക്കും അത് സ്വീകരിക്കപ്പെടാൻ അതിന് ചില നിബന്ധനകൾ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ പ്രാർത്ഥന എന്നുള്ളതും ഒരു ഇബാദത്താണ്. അത് സ്വീകരിക്കപ്പെടാൻ, അതായത് പ്രാർത്ഥന ചെയ്യുന്ന, ഇബാദത്ത് ചെയ്യുന്നതിന് ചില ഷർത്തുകൾ ഉണ്ടല്ലോ, അതുപോലെ തന്നെ പ്രാർത്ഥന ചെയ്യുന്നതിന് ചില നിബന്ധനകൾ ഉണ്ട്. ഇപ്പോൾ പ്രാർത്ഥനയെ പറ്റിയുള്ള വിശദമായിട്ടുള്ള എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്, എന്താണ് പ്രാർത്ഥനയുടെ, ഏതൊക്കെ രീതിയിലാണ് പ്രാർത്ഥിക്കേണ്ടത്, എങ്ങനെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് പ്രാർത്ഥിക്കണം എന്നുള്ള ദുആനെ സംബന്ധിച്ചുള്ളൊരു വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. നിങ്ങൾ അതും കൂടി കേൾക്കുക, എന്നാൽ നിങ്ങൾ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകും. അപ്പോൾ പറഞ്ഞു വരുന്നത്, നമ്മൾ പ്രാർത്ഥിച്ചു, പക്ഷെ നമുക്കതിന് ഉത്തരം കിട്ടിയില്ല. ഈ വേവലാതി പറയുന്നവരോടാണ് ഈ കാര്യങ്ങൾ ഞാൻ വ്യക്തമാക്കി പറഞ്ഞു തരുന്നത്. നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ട് എങ്കിൽ, അള്ളാഹുവിലേക്ക് കരങ്ങൾ ഉയർത്തി ആത്മാർത്ഥതയോടുകൂടി നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ പ്രാർത്ഥന അതൊരിക്കലും തട്ടിപ്പോകുകയില്ല, അതൊരിക്കലും വെറുതെയാകില്ല. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ കൂടി പറഞ്ഞത്, ഉദുഇനി അസ്തജിബ് ലക്കും, നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കുക, ഞാൻ അതിന് ഉത്തരം ചെയ്യും. അള്ളാഹ് പറഞ്ഞ വാക്കാണ്. നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കുക, ഞാൻ നിങ്ങൾക്ക് ഉത്തരം ചെയ്യുമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിൽ കൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ പറഞ്ഞതിന് നമുക്കൊരു സംശയവുമില്ല, പ്രാർത്ഥനയ്ക്ക് അള്ളാഹു തന്നെ ഉത്തരം നൽകും. അത് ഏത് രീതിയിൽ എന്ന കാര്യത്തിലാണ് ഞാൻ മനസ്സിലാക്കേണ്ടത്.
പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുന്നത് 3 വിധത്തിലാണ് പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹദീസിൽ കൂടി വ്യക്തമാക്കിയിട്ടുണ്ട്. ഒരു മനുഷ്യൻ അള്ളാഹുവിനോട് ദുആ ചെയ്താൽ ആ ദുആയിന് 3 തരത്തിലായിരിക്കും ഉത്തരം കിട്ടുക. ഒന്നുകിൽ ആ വ്യക്തി എന്ത് കാര്യത്തിന് വേണ്ടിയാണോ പ്രാർത്ഥിച്ചത് ആ കാര്യം സാധിപ്പിച്ചു കൊടുത്തുകൊണ്ട്, ദുനിയാവിൽ ആ കാര്യം സാധിപ്പിച്ചു കൊടുത്തുകൊണ്ട് അള്ളാഹു ആ ദുആയിന് ഉത്തരം നൽകും. ഇനി രണ്ടാമത്തെ രീതി ഏതാണെന്ന് വെച്ചാൽ, നിങ്ങൾ ഇന്ന കാര്യത്തിന് വേണ്ടി ദുആ ചെയ്തു, പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ കാര്യം നിങ്ങൾക്ക് ദുനിയാവിൽ നടത്തി തന്നില്ല. മറിച്ച് അതിന് പകരമായിക്കൊണ്ട് നിങ്ങൾക്ക് വരാൻ പോകുന്നൊരു വലിയൊരു ദുരന്തത്തെ അള്ളാഹു തട്ടിമാറ്റി. കാരണം ഖൈറേതാണ് ഷർറേതാണ് എന്ന് അള്ളാഹുവിനെ മാത്രമേ അറിയുള്ളൂ. നമ്മൾ അള്ളാഹുവിനോട് ചോദിച്ചൊരു കാര്യം അത് നമുക്ക് ഖൈറാണോ അല്ലെങ്കിൽ അത് ഷർറാണോ എന്ന് നമുക്കൊരിക്കലും അറിയില്ല. അത് അറിയുന്നവൻ അള്ളാഹു മാത്രമാണ്. അതുകൊണ്ട് നമ്മൾ ചോദിച്ച ആ കാര്യം അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയില്ല. പകരമായിട്ട് നമുക്ക് വരാൻ പോകുന്ന ഒരു ദുരന്തത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ തട്ടിമാറ്റി. ആ രീതിയിലും അള്ളാഹു ഉത്തരം ചെയ്യും. മൂന്നാമത്തത്, നിങ്ങൾ ചോദിച്ച കാര്യം നിങ്ങൾക്ക് ദുനിയാവിൽ നിന്ന് കിട്ടിയില്ല. ആ ചോദിച്ചതിന് പകരമായിട്ട് ദുനിയാവിലെ നിങ്ങൾക്കുണ്ടാവുന്ന ഒരു ദുരന്തത്തെ, ഒരു ഉപദ്രവത്തെ അല്ലെങ്കിൽ ഒരു പ്രയാസത്തെ അള്ളാഹു തട്ടിമാറ്റിയിട്ടുമില്ല. മറിച്ച് നിങ്ങൾക്ക് ആഖിറത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതിന് തത്തുല്യമായുള്ളത് ആഖിറത്തിൽ അള്ളാഹു നൽകുന്നതായിരിക്കും. ഇതിനേക്കാൾ മഹത്തരമായത് അള്ളാഹു ആഖിറത്തിൽ നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. അപ്പോൾ ഈ 3 രീതിയിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല തൻ്റെ അടിമകൾക്ക് അവൻ്റെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുക എന്ന് മഹാനായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏറ്റവും ഉത്തമമായത് ആഖിറത്തിലേക്ക് അവിടെ വെച്ച് കിട്ടുന്നതാണ്. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ചെയ്യുന്നൊരു ദുആവും വെറുതെയാവുന്നില്ല. നമുക്ക് ദുനിയാവിൽ അതിന് ഉത്തരം കിട്ടിയിട്ടില്ല എങ്കിൽ അത് ആഖിറത്തിലേക്ക് മാറ്റിവെക്കുകയാണ്. വലിയൊരു സേവിംഗ് ആണ് നമുക്കുണ്ടാവുന്നത്. നിങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ, ദുനിയാവിൽ നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനോട് ചോദിക്കുന്നു, ആ പ്രാർത്ഥനകളൊന്നും അള്ളാഹു സ്വീകരിക്കുന്നില്ല എന്ന വേവലാതി നമുക്ക് വേണ്ട. കാരണം അതിന് പകരമായിട്ട് അതിനേക്കാൾ എത്രയോ മഹത്തരമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ തയ്യാർ ചെയ്ത് വെച്ചിട്ടുണ്ട്. നാളെ പരലോകത്തെത്തിയാൽ ദുനിയാവിൽ നമ്മൾ ഒരുപാട് ദുആ ചെയ്തു. അതിൽ ഒരുപാട് ദുആയിന് നമുക്ക് ചിലപ്പോൾ ഉത്തരം കിട്ടിയിട്ടുണ്ടാവാം, ചിലതിന് ഉത്തരം കിട്ടിയിട്ടുണ്ടാവാം, ചിലതിന് ഉത്തരം കിട്ടിയിട്ടില്ല. ആഖിറത്തിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്ത ദുആയിൻ്റെ പ്രതിഫലം അവിടെ കാണുമ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. നമ്മൾ പറഞ്ഞു പോകില്ലേ, സ്വാഭാവികമായിട്ടും നമ്മൾ പറഞ്ഞു പോകില്ലേ, പടച്ചവനെ, ദുനിയാവിൽ വെച്ച് ഞാൻ ചെയ്ത ദുആ ഒന്നും നീ സ്വീകരിക്കാതെ അത് മുഴുവനായിട്ട് എനിക്ക് ആഖിറത്തിലാണ് തന്നിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് നാം ആഗ്രഹിച്ചു പോകില്ലേ സ്വാഭാവികമായിട്ടും. അപ്പോൾ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നാം ഒരിക്കലും നിന്റെ ദുആ സ്വീകരിച്ചിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് ദുഃഖിക്കേണ്ട കാര്യമില്ല. നിനക്കതൊരു വലിയൊരു സേവിംഗ് ആയിട്ട് നിന്റെ മരണാനന്തര ജീവിതത്തിന് വേണ്ടിയിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല തയ്യാർ ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നുള്ളൊരു സന്തോഷ വാർത്ത എപ്പോഴും നിന്റെ മനസ്സിലുണ്ടായിരിക്കും. അതുകൊണ്ട് ഇന്ന് മുതൽ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചോ, ഏതൊരു കാര്യത്തിന് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചോ, അത് ദുനിയാവിൻ്റെ കാര്യത്തിനായിക്കോട്ടെ ആഖിറത്തിൻ്റെ കാര്യത്തിനായിക്കോട്ടെ, ധൈര്യമായിട്ട് പ്രാർത്ഥിക്കണം. പിന്നെ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി അത് ആ ഇബാദത്തിനുള്ള നിബന്ധനകൾക്കനുസരിച്ച്, അതായത് ഹറാമ് തിന്നുന്ന ഒരു വ്യക്തി, അവൻ ചിലപ്പോൾ പ്രാർത്ഥിച്ചാൽ അവൻ്റെ പ്രാർത്ഥന സ്വീകരിക്കുന്നവൻ അള്ളാഹുവാണ്. പക്ഷെ എന്നും ഹറാമിലായിട്ട് ജീവിച്ച് ഹറാമ് തിന്ന് ജീവിക്കുന്ന ഒരു വ്യക്തി, അവനത് നിർത്താതെ, അല്ലെങ്കിൽ കള്ളുകൂടി ഹറാമ് ചെയ്യുന്നൊരു വ്യക്തി അത് അവസാനിപ്പിക്കാതെ പ്രാർത്ഥിച്ചാൽ, അപ്പോൾ ആ രീതിയിൽ പ്രാർത്ഥിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ചെയ്യുന്ന കുറ്റങ്ങൾ, ഹറാമായ പ്രവർത്തനങ്ങൾ നമ്മൾ എന്താക്കണം, അത് നിർത്തണം. നമ്മളെ ജീവിതത്തിൽ നിന്ന് അത് പൂർണ്ണമായിട്ടും ഒഴിവാക്കണം. കാരണം അള്ളാഹുവിലേക്ക് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മനസ്സ് പൂർണ്ണമായിട്ടും അള്ളാഹുവിൽ കേന്ദ്രീകൃതമാവണമെങ്കിൽ നമ്മുടെ ജീവിതവും അതുപോലെയാവണം. കുറ്റമറ്റൊരു ജീവിതമായിരിക്കണം. സാധാരണ മനുഷ്യൻ എന്നുള്ളത് തെറ്റ് ചെയ്യുന്ന പ്രകൃതമാണ് എങ്കിൽ കൂടി മനഃപൂർവ്വം നമ്മളിൽ നിന്ന് വരുന്ന തെറ്റ് അത് പരമാവധി ഒഴിവാക്കാനും അതിൽ നിന്ന് വിട്ടു നിൽക്കാനും നമ്മൾ പരമാവധി ശ്രമിക്കണം.
ചെയ്യുന്ന തെറ്റുകളിൽ തെറ്റാണെന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അതിൽ പശ്ചാത്താപിക്കാനുള്ള, മനസ്സുകൊണ്ടൊന്ന് ഖേദിക്കാനുള്ള ഒരു സ്വാഭാവികപരമായിട്ട് നമുക്കൊരു മനസ്സിൽ അതൊരു തോന്നൽ നമുക്കുണ്ടായിരിക്കണം. ഇൻഷാ അല്ലാഹ്. അപ്പോൾ ദുആ അള്ളാഹു സ്വീകരിക്കുന്നുണ്ട് എന്നുള്ള ആ ഒരു സന്തോഷം നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. അള്ളാഹു തരും എന്നുള്ള മനസ്സിൽ അങ്ങനെ ഉറപ്പിച്ചുകൊണ്ടാണ് ദുആ ചെയ്യേണ്ടത്. എൻ്റെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കും എന്നുള്ള വിശ്വാസം നമുക്ക് എപ്പോഴും മനസ്സിലുണ്ടായിരിക്കണം. ചില ആളുകൾ ഒരുപാട് നിസ്കാരവും മറ്റ് അമലുകളൊക്കെ ചെയ്യുന്ന ആളായിരിക്കും. പക്ഷെ ഇപ്പോൾ അള്ളാഹുവിനെക്കുറിച്ച് പരാതികളായിരിക്കും മറ്റുള്ളവരോട് പറയും. എൻ്റെ ദുആ സ്വീകരിക്കുന്നില്ല, ഞാൻ 5 നേരം നിസ്കരിക്കുന്നില്ലേ, ഞാൻ നല്ലതൊക്കെ ചെയ്യുന്നില്ലേ, ഞാൻ മോശം കാര്യങ്ങൾക്ക് പോകുന്നുണ്ടോ, ഞാൻ വ്യഭിചരിക്കുന്നില്ലല്ലോ, ഞാൻ കള്ളു കുടിക്കുന്നില്ലല്ലോ, ഞാൻ നല്ല വ്യക്തിയായിട്ട് നടക്കുന്നില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അള്ളാഹുവിനെ പറ്റി മറ്റുള്ളവരോട് പരാതിപ്പെടുന്നവർ. അവരോട് പറയാനുള്ളത്, നിങ്ങൾക്കാദ്യം നിങ്ങളുടെ മനസ്സിൽ അള്ളാഹു ഞാൻ ചോദിച്ചത് തരും എന്നുള്ള വിശ്വാസം ഉണ്ടായിരിക്കും. കാരണം ദുആ, നിങ്ങളുടെ പ്രാർത്ഥന ഒരിക്കലും വെറുതെയാവുന്നില്ല. ഇവിടെയല്ലെങ്കിൽ നിങ്ങൾക്ക് പരലോകത്ത് അത് കിട്ടും എന്ന് റസൂലുള്ളാഹി തങ്ങൾ ഹദീസിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് അള്ളാഹു തരും എന്ന വിശ്വാസത്തോടു കൂടി വേണം ഞാൻ പ്രാർത്ഥിക്കാൻ. കാരണം എന്നെപ്പറ്റി, എൻ്റെ അടിമ എന്നെപ്പറ്റി എങ്ങനെ ഭാവിക്കുന്നുവോ, എങ്ങനെ ധരിക്കുന്നുവോ, ഞാൻ അവൻ അങ്ങനെയാകുമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയാണ് എന്ന ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കാം. അതുകൊണ്ട് അള്ളാഹുവിനെ പറ്റി നമുക്ക് എപ്പോഴും ശുഭാപ്തി വിശ്വാസമാണ് വേണ്ടത്. ഇൻഷാ അല്ലാഹ്. പ്രാർത്ഥനകൾ ആത്മാർത്ഥമായിട്ട് മനസ്സൊരുക്കി ഇനിയും പ്രാർത്ഥിക്കുക. ഭൂമി ലോകത്ത് വെച്ച് നമുക്ക് അള്ളാഹു ഹൈറായത് നൽകട്ടെ, അതവൻ നൽകും എന്നുള്ള വിശ്വാസവും നമുക്ക് ഊട്ടിയുറപ്പിക്കുക. ബാക്കിയുള്ളത് അള്ളാഹു നമുക്ക് പരലോകത്ത് വെച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ്. നമ്മുടെയൊക്കെ പ്രാർത്ഥനകൾ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനകളിൽ എന്നെയും ഉൾപ്പെടുത്തുക. ഞാനും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും ഇൻഷാ അല്ലാഹ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെയൊക്കെ എല്ലാ പാപങ്ങളും പുറത്ത് അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മളെയൊക്കെ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.